എല്ലാവർക്കും ഈ കോഡുകളിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേരാണ് പ്രൈസ്, കൺസപ്ഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇത് നമ്മുടെ പേഴ്സൻറ്റേജിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. എല്ലാ പരീക്ഷയ്ക്കും ഇതിലൊരു ചോദ്യം മിക്കവാറും കാണാറുണ്ട് കേട്ടോ. പക്ഷെ വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് പ്രൈസ്, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ. എന്താ പ്രൈസ് എന്ന് വെച്ചാൽ വില അല്ലെ, കൺസപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് എത്രത്തോളം യൂസ് ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി മേടിക്കുന്നു. അല്ല, എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ, ആകത്തുക അല്ലെങ്കിൽ ആകെ ചെലവ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു കടയിലൊക്കെ പോയി സാധനം മേടിക്കത്തില്ലേ, ആ ഒരു അതിന്റെ കൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നേരെ എന്ത് ചെയ്യാം, അതിന്റെ കൺസെപ്റ്റിലോട്ട് പോവാം കേട്ടോ. എന്താന്ന് നോക്കിയാലോ, ഒന്നുമില്ല, പ്രൈസ്, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല. പ്രൈസിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതങ്ങ് പഠിച്ചു വെക്കുക. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ ടു എന്താണ്, എക്സ്പെൻഡിച്ചർ കേട്ടോ. മനസ്സിലാക്കി കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. സിമ്പിൾ അല്ലേ. ഞാൻ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയാം, ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറയാം. ഒന്നുമില്ല, നമുക്ക് പ്രൈസ് എന്ന് വെച്ചാൽ വില, എത്ര രൂപയ്ക്ക് എത്ര കിലോ മേടിക്കുന്നു, അല്ലെ എത്ര ക്വാണ്ടിറ്റി മേടിക്കുന്നു, അത് കൺസപ്ഷൻ. അതിൻ്റെ ഓവറോൾ താകത്തുക എക്സ്പെൻഡിച്ചർ. അപ്പം എങ്ങനെ ചെയ്യാം, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു കൺസപ്ഷൻ ആണ് കേട്ടോ. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ എല്ലാം കോഴ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം, എന്താണ് പ്രൈസ്, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ. പ്രൈസും കൺസപ്ഷൻ എങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആവുന്നതെന്നൊക്കെ ഞാൻ ഒന്ന് ബേസിക് ആയിട്ട് ഓടിച്ചിട്ട് പറയാം. നോക്കിക്കേ, ഞാൻ എഴുതുന്നു പ്രൈസ്, ഇവിടെ എഴുതുന്നു കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഞാൻ പറയുന്ന ഒരു കടയിൽ ചെന്നു, സാധനം മേടിക്കുക. ആ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 30 രൂപ. ഓക്കെ, 30 രൂപയാണ്. ഞാൻ ചെന്നിട്ട് എന്ത് പറഞ്ഞു, ചേട്ടാ സാധനം 1 കിലോ അരി, 1 കിലോ അരിക്ക് 30 രൂപ. അപ്പം ഞാൻ കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് 1 കിലോ അരി മതി, 1 കിലോ അരി മതി. അപ്പം എനിക്ക് എന്താ 30 രൂപ. അപ്പം എക്സ്പെൻഡിച്ചർ ആകെ തുക എന്താ, റുപ്പീസിൽ 30 രൂപ. കാരണം എന്താ, എൻ്റെ 30 രൂപ ഉള്ളൂ. അപ്പം ഞാൻ കടച്ചെന്ന് ചോദിച്ചപ്പം, ചേട്ടാ അരിയുടെ വിലയൊക്കെ ചോദിച്ചപ്പം 30 രൂപയുടെ 1 കിലോ അരി ഉണ്ട്, അതെടുക്കട്ടെ. ആ മതി, എനിക്ക് പറഞ്ഞാൽ 1 കിലോ മതി, കാരണം എൻ്റെ 30 രൂപ ഉള്ളൂ. അപ്പം 30 മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയുന്നു, എൻ്റെ കയ്യിൽ ഞാൻ അപ്പം അടുത്ത ദിവസം ഞാൻ കടച്ചെന്ന്, അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കടച്ചെന്ന് അരി മേടിക്കുകയും ചെയ്യുന്നു. ചേട്ടാ 1 കിലോ അരിക്ക് എന്നാ വില? അപ്പം ചേട്ടാ പറഞ്ഞു, ഇപ്പം പറയുന്നു 60 രൂപയെന്ന്. അത് നേരെ ഡബിളായി, പൈസ ഭയങ്കരമായിട്ട് അങ്ങ് വർദ്ധിച്ചു. അപ്പം ഞാൻ പറയും, ചേട്ടാ എൻ്റെ കയ്യിൽ അതിനകത്തുള്ള പൈസ ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ പറയുന്നു, ഞാൻ എന്ത് ചെയ്യും, ചേട്ടാ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല, 1 കിലോ അരി മേടിക്കാൻ എൻ്റെ കാശില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എന്നോട് പറയും, അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 1/2 കിലോ മതി. ഓക്കെ, 1/2 കിലോ എടുത്താൽ മതി. അപ്പം എത്ര കിട്ടും, 60 × 0.5, 60 × 1/2 അല്ലേ, 1/2 അല്ലേ 0.5. അപ്പോഴും തന്നെ കിട്ടും 30 തന്നെ കിട്ടത്തില്ലേ. എൻ്റെ 30 ഉള്ളൂ. ഞാൻ കഴിഞ്ഞ മാസം ചെന്നപ്പോൾ 30 രൂപ എന്ന് വിചാരിച്ച് ഞാൻ പൈസയും കൊണ്ട് ചെന്നു. കടക്കാരൻ പറഞ്ഞു, മോനെ ഇപ്പോൾ പൈസ അരിക്കൊക്കെ ഭയങ്കര വിലയാണ്, നേരെ കഴിഞ്ഞ ദിവസം 30 ഇപ്രാവശ്യം 60 രൂപ. അപ്പം ഞാൻ എന്ത് പറ്റും, എൻ്റെ 1 കിലോ ക്വാണ്ടിറ്റി എനിക്ക് മേടിക്കാൻ പറ്റുമോ? ഇല്ല. 30 രൂപ എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ചെയ്യണേ, ഞാൻ എന്ത് ചെയ്യും, കൺസപ്ഷൻ കുറയ്ക്കണ്ടേ. കൺസപ്ഷൻ 1 കിലോ 1/2 കിലോ മതി എന്ന് പറയും. 1 കിലോ അരിക്ക് 30 രൂപ, 1/2 കിലോ അരിക്ക് അല്ല, 1 കിലോ അരിക്ക് 60 രൂപയാണ്, 1/2 കിലോയ്ക്ക് 30 രൂപ അല്ലേ. ഇതാണ് നമ്മൾ കടയിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ ഉള്ള കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ. ഇതുകൊണ്ടാണ് പറഞ്ഞത്, എന്താ പൈസ എന്താണ് ഇച്ചിരി കുറഞ്ഞു നിന്നപ്പോൾ ഞാൻ കൺസപ്ഷൻ 1 കിലോ ആക്കി, കൺസപ്ഷൻ 1 കിലോട്ടാക്കി. പൈസ ഞാൻ എന്ത് ചെയ്യുന്നു, പൈസ കൂടിയപ്പോൾ എന്ത് വരും, ഞാൻ കൺസപ്ഷൻ കുറച്ചു. ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. പൈസ കൂടുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ കൺസപ്ഷൻ കുറയും, കൺസപ്ഷൻ കൂടുമ്പോൾ പ്രൈസ് കുറയും, അല്ല കൺസപ്ഷൻ കൂടുമ്പോൾ പ്രൈസ് കുറയും, പ്രൈസ് കൂടുമ്പോൾ കൺസപ്ഷൻ കുറയും. ക്ലിയർ? ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ഓക്കെ, ഇത് പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബേസിക് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനൊരു സെലക്ട് ചെയ്തിട്ടുള്ള വിവിധ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ, ദ പ്രൈസ് ഓഫ് ടീ ഇൻക്രീസസ് ബൈ 20%. അപ്പോൾ നോക്കിയേ, 20% എന്താണ്, 1/5 ആണ് കേട്ടോ. ഞാൻ ഇതൊക്കെ എൻ്റെ പേഴ്സൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് റേഷ്യോ വെച്ച് എങ്ങനെ ചെയ്യാമെന്നെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്ന പ്രൈസ്, ഓക്കെ, പ്രൈസ് റേഷ്യോ, ഞാൻ എഴുതുന്ന പ്രൈസ് റേഷ്യോ എഴുതുന്നു. പ്രൈസ് ആദ്യം 1/5 അല്ലേ, 20% 1/5 ആണ്. അപ്പോൾ ഇനിഷ്യലി 5 ആയിരുന്നെങ്കിൽ ഇൻക്രീസ് ചെയ്താൽ +1 ആണ്. അപ്പോൾ എന്താണ്, 5 1 6 ആയി. പ്രൈസ് ഇനിഷ്യലി 5 ആണെങ്കിൽ ഫൈനലി ഇപ്പോൾ 6 ആണ്. വാട്ട് പെർസെൻറ്റേജ് ഷുഡ് ഹൗസ് ഹോൾഡ് റെഡ്യൂസ് ഇറ്റ്സ് കൺസപ്ഷൻ. കൺസപ്ഷൻ എത്ര കുറയ്ക്കണം എന്ന് വെച്ചാൽ, ബഡ്ജറ്റ് റിമെയിൻസ് ദ സെയിം എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ സെയിം ആക്കണമെങ്കിൽ കൺസപ്ഷൻ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ എന്ത് പറ്റും, കൺസപ്ഷൻ്റെ ഞാൻ പറഞ്ഞ പ്രൈസും കൺസപ്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എന്ത് പറ്റണം, റേഷ്യോ തിരിച്ചിട്ടാൽ മതി. കാരണം എക്സ്പെൻഡിച്ചർ മാറുന്നില്ല, എക്സ്പെൻഡിച്ചർ സെയിം ആക്കി നിർത്തണം, എന്നാൽ മാത്രമേ ഈ ഇൻവെസ്റ്റ് പ്രൊപ്പോർഷൻ വർക്ക് ചെയ്യൂ. എക്സ്പെൻഡിച്ചർ സെയിം അല്ലെ ബഡ്ജറ്റ് സെയിം ആക്കണേ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൈസ് റേഷ്യോ കിട്ടിയാൽ അല്ലെങ്കിൽ കൺസപ്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ റേഷ്യോനെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, 6:5. അപ്പം നോക്കിയാൽ 6 ആയിരുന്നു ഇനിഷ്യലി ഞാൻ ക്വാണ്ടിറ്റി മേടിച്ചെങ്കിൽ ഇപ്പം 5 ക്വാണ്ടിറ്റി മേടിക്കുന്നുള്ളൂ. അപ്പോൾ കുറവല്ലേ. അപ്പോൾ ഇതിൻ്റെ ശതമാനം നോക്കിയാൽ മതി, എത്ര യൂണിറ്റ് കുറഞ്ഞടാ, 1 യൂണിറ്റ് കുറഞ്ഞു. എത്രയെന്ന് പറഞ്ഞു, 1/6. 1/6 × 100 പെർസെൻറ്റേജ് ഫ്രാക്ഷൻ ചാർട്ടൊക്കെ ഞാൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. 1/6 വന്നാൽ 16 ആണ്. ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ട് പോകാം. ക്ലിയർ ആണോ? പരിപാടി കഴിഞ്ഞു, ഒന്നുമില്ല ചെയ്യാൻ. 1/6 അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 16 ആണ്. 1/6 പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആക്കുമ്പോൾ 16 ആണ് കേട്ടോ. നേരെ പ്രത്യേകിച്ച് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് NTPC ചോദിച്ച ചോദ്യമാണ്, RRB NTPC 2021 കേട്ടോ. ഒന്നും ചെയ്യാനില്ല, ഒരു കാൽക്കുലേഷൻ പോലും ഇവിടെ വരുന്നില്ല.
നെക്സ്റ്റ് പ്രൈസ് ഓഫ് എ പെട്രോൾ ഇൻക്രീസ് ബൈ 80%. അത് 80% എന്ന ഫ്രാക്ഷൻ 4/5 ആണ്. ഇതും കാണാൻ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. പ്രൈസ് എന്ത് ചെയ്യുന്നു? പ്രൈസ് എന്ന് പറയുമ്പോൾ 80% ആയിട്ട് വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇനിഷ്യലി ഡിനോമിനേറ്റർ ഉള്ളത് 5 ആയിരുന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഉള്ള 4 കൂട്ടി 9. ഇനിഷ്യലി 5 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 9 ആണ്. പ്രൈസ് കൂടി 5 ആയിരുന്നെങ്കിൽ 9 എത്തി റേഷ്യോയില്. അപ്പോൾ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് കൺസപ്ഷൻ റെഡ്യൂസ്ഡ്? അപ്പോൾ കൺസപ്ഷൻ എത്ര കുറയ്ക്കണം? പക്ഷേ എക്സ്പെൻഡിച്ചർ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയാൻ പറ്റുമോ? ചെറിയ രീതിയിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്, പക്ഷേ എക്സ്പെൻഡിച്ചർ മാറുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈസ് റേഷ്യോനെ തിരിച്ചിടാൻ പറ്റത്തില്ല. എക്സ്പെൻഡിച്ചർ റേഷ്യോ മാറുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയി തിരിച്ചിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കൺസപ്ഷൻ അവിടെ നിൽക്കട്ടെ. ഓവറോൾ എക്സ്പെൻഡിച്ചർ റേഷ്യോ എത്ര കിട്ടും? 35% വർദ്ധിക്കണം. അപ്പോൾ 35% ഫ്രാക്ഷൻ എത്ര കിട്ടും? 35/100. അപ്പോൾ എത്ര കിട്ടും? 7/20. കട്ട് ചെയ്താൽ മതി. 35/20 വർദ്ധിക്കുന്നു. അപ്പോൾ 20 ആയിരുന്നെങ്കിൽ 27 എത്തുന്നു അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ എനിക്കറിയാം പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് വേണ്ടത് കൺസപ്ഷൻ ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് അല്ലേ? എക്സ്പെൻഡിച്ചറിന് പ്രൈസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ എനിക്ക് കൺസപ്ഷൻ റേഷ്യോ എഴുതാമല്ലോ, 20/5 അല്ലേ? എക്സ്പെൻഡിച്ചറിനെ പ്രൈസ് വെച്ച് ഡിവൈഡ് ചെയ്യുക, റേഷ്യോനെ ഡയറക്റ്റ് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഈസ്റ്റു 27/9. 20:5 എത്ര? 4 അല്ലെ? 20/5 4. 27/9. അപ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഡിനോമിനേറ്റർ 9 അല്ലേ? അപ്പുറം ഇപ്പുറം ന്യൂമറേറ്റർ അല്ല. ഈ റേഷ്യോ മൊത്തത്തിൽ 9 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. എത്തിട്ട് 36/27. പക്ഷേ മൊത്തത്തിൽ ഈ റേഷ്യോനെ 9 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോലെ. അപ്പോൾ ഡിനോമിനേറ്റർ പോകണം, ഫ്രാക്ഷന് റേഷ്യോ എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നോക്കി കൺസപ്ഷൻ എത്ര കുറയ്ക്കണം എന്നല്ലേ ചോദിച്ചത്. എടാ നോക്കി 9 യൂണിറ്റ് കുറഞ്ഞില്ലേ? 9 യൂണിറ്റ് കുറഞ്ഞിട്ട് 36 എന്ന് പറഞ്ഞു. പേഴ്സൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് ചെയ്യാം. ഇവിടെ 9/4 36. 100/4 25% കഴിഞ്ഞു. ഓപ്ഷൻ ബി, 2ന്റെ ബി. ക്ലിയർ ആണോ? അതുപോലെ ഇതൊക്കെ വലിയ കാൽക്കുലേഷൻ ഉണ്ടോ? ഒരു കാൽക്കുലേഷൻ ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ ഹാർഡ് കാൽക്കുലേഷൻ ഒന്നും ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. RPF SIക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ്, ദ പ്രൈസ് ഓഫ് എ ഡീസൽ ഇൻക്രീസ് ബൈ 26%. ഓക്കെ, CPOക്ക് ചോദിച്ച ചോദ്യം. പ്രൈസ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു അല്ലേ? പ്രൈസ് 26% വർദ്ധിച്ചു. അപ്പം ഞാൻ ഇവിടെ 26% ഡയറക്റ്റ് ഫ്രാക്ഷൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? 100 ആയിരുന്നെങ്കിൽ 126 എത്തിയെന്ന് അങ്ങ് പറയാം. അങ്ങനെയും വർദ്ധിക്കാമല്ലോ. 100 ആയിരുന്നെങ്കിൽ 126 ആയി. എ പേഴ്സൺ വാണ്ട് ടു ഇൻക്രീസ് ഹിസ് എക്സ്പെൻഡിച്ചർ ബൈ 50%. അപ്പോൾ നോക്കി കൺസപ്ഷൻ എത്രയാണെന്ന് എനിക്ക് പറയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു? എക്സ്പെൻഡിച്ചർ എനിക്ക് 15% വർദ്ധിക്കാൻ പാടുള്ളൂ. 15% 3/20 ആണെന്ന് അറിയാം, ഫ്രാക്ഷൻ ചാർട്ടിലുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 15% വർദ്ധിക്കണം. അപ്പോൾ 20 ആയിരുന്നെങ്കിൽ 23 എത്തണമെന്നല്ലേ അർത്ഥം? 20 ആണെങ്കിൽ ന്യൂമറേറ്റർ 3 കൂട്ടി 23 എത്തുക എന്നർത്ഥം. അല്ലെങ്കിൽ 15% വർദ്ധിക്കുന്നെങ്കിൽ വേറെ ചെയ്യാം. 100 ആണെങ്കിൽ 115 എത്തും. നിങ്ങൾ കട്ട് ചെയ്താൽ 20/23 പിന്നെയും വരത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് എഴുതിയാൽ പോരെ. എന്തിനാ 100/115 എഴുതി സമയം കളയുന്നത്? ഡയറക്റ്റ് ഫ്രാക്ഷൻ അറിയാമെങ്കിൽ അങ്ങനെ എഴുതുന്നതല്ലേ നല്ലത്. അപ്പോൾ നോക്കിയേ, ബൈ വാട്ട് പെർസെൻറ്റേജ് കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ് ഷുഡ് ഡിക്രീസ് ദ കൺസപ്ഷൻ. അപ്പോൾ കൺസപ്ഷൻ എന്ത് ചെയ്യണം? എത്രത്തോളം ഡിക്രീസ് ചെയ്യണം? അപ്പോൾ ഞാൻ പറയില്ല, കൺസപ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൺസപ്ഷൻ റേഷ്യോ കണ്ടുപിടിക്കണം. എക്സ്പെൻഡിച്ചർ റേഷ്യോനെ പ്രൈസ് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ? ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ഡിവൈഡ് ചെയ്യുക? നോക്കി 20 1/5 എന്ന് വരും. അപ്പോൾ നോക്കി ഇവിടെ എല്ലാം ജസ്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ എല്ലാവരും 126 ഡിനോമിനേറ്റർ നോക്കുക, 5 126. അതിൻ്റെ LCM എത്ര കിട്ടും? അതിൻ്റെ LCM എന്ന് പറയുന്നത് 1ഉം 5ഉം 126 കോപ്പറേമാണ്. അപ്പോൾ ജസ്റ്റ് അതുകൊണ്ട് 2 സൈഡ് ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഞാനിവിടെ മൊത്തത്തിൽ ഈ റേഷ്യോനെ എന്ത് ചെയ്യുന്നു? 126 × 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ 5 അങ്ങ് പോകും. അപ്പോൾ ഇവിടെ കിട്ടും 126 ഇവിടുത്തെ 126 ഇവിടുത്തെ 126 വെട്ടിപ്പോകും. ബാക്കി 23 5 25 100 35 15 115. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഫൈനൽ കൺസപ്ഷൻ റേഷ്യോ കിട്ടി. അപ്പോൾ നോക്കിക്കേ, ഇത് കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ പോയിന്റ് വരും. അപ്പോൾ നോക്കിയേ, എത്ര കുറഞ്ഞു? 115 എത്ര കുറഞ്ഞു? 11 കുറഞ്ഞല്ലേ? എവിടെ നിന്ന് കുറഞ്ഞു? 126 കുറഞ്ഞു. പേഴ്സൻ്റ് ആക്കുക അതിൻ്റെ 100 ചെയ്യുക. അത് കട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1120/126. അപ്പോൾ നോക്കി 126 എത്രാമത്തെ മൾട്ടിപ്ലൈ വരും? നോക്കി ഇവിടെ എല്ലാം വ്യത്യാസമുണ്ട് അല്ലേ? 7 6 8 9. അപ്പോൾ 8ലോ 9ലോ മൾട്ടിപ്പിൾ ഒക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1760. അപ്പോൾ 9 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 126 × 9 ചെയ്യുമ്പോൾ 1600 അടുത്തോ താഴെ വരുന്നുണ്ടോ നോക്കിക്കേ. 9 6 54 5 18 5 23 2 9 2 11 1934 പോയി. എന്ന് വെച്ചാൽ 1100 മേളിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താ? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. 9 വരുന്നില്ല, അപ്പോൾ 8ലായിരിക്കും. 1100 സ്വല്പം ഇച്ചിരി കൂടുതലല്ലേ ഉള്ളൂ. അടുത്ത എന്തായാലും 1200 താഴെ 1100 താഴെ ആയിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായത് 8 പോയിന്റ് സംതിങ് ആണ്. ക്ലിയർ ആണ്? 8 പോയിന്റ് സംതിങ് ആണ്. ബാക്കി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 1 ഡെസിമൽ പ്ലേസും കറക്റ്റ് ചെയ്തേണ്ട ആവശ്യമുണ്ടോ? വേണമെങ്കിൽ ഇതിനൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ഡയറക്റ്റ് 8 മൾട്ടിപ്പിളിൻ്റെ ഉണ്ട്. 8ന്റെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ആസ് എ റിസൾട്ട് ഓഫ് 25% ഹൈക്ക് ഇൻ ദ പ്രൈസ് ഓഫ് എ റൈസ് പെർ കിലോഗ്രാം. അപ്പോൾ നോക്കിയാൽ പ്രൈസ് 25% വർദ്ധിച്ചു. ഏതാ ഇവിടെ പ്രൈസ് റേഷ്യോ എന്താ? 25% എന്ന് വെച്ചാൽ 1/4 ആണ്. എന്ന് വെച്ചാൽ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഇനിഷ്യലി 4 ആയിരുന്നെങ്കിൽ ന്യൂമറേറ്റർ ഒന്നുകൂടെ കൂട്ടി 5. ഓക്കെ, എ പേഴ്സൺ ഈസ് അൺഎബിൾ ടു പർച്ചേസ് 6 കിലോഗ്രാം ഫോർ മോർ റൈസ് ഫോർ 1200. ഇത് നോക്കാം, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്.
കേട്ടോ. എങ്ങനെ ചെയ്യാൻ നോക്കി. അപ്പം നോക്കിക്കേ, ഇവിടെ എക്സ്പെൻഡിച്ചർ മാറുന്ന കാര്യമൊന്നും പറയുന്നില്ല. എക്സ്പെൻഡിച്ചർ ഓവറോൾ എത്ര, ഇതാണ് ഓവറോൾ എക്സ്പെൻഡിച്ചർ 1200 രൂപ. നേരത്തെ 1200 മേടിച്ച് ഇപ്പോഴും 1200 തന്നെ. എക്സ്പെൻഡിച്ചർ മാറുന്ന കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ കൺസപ്ഷൻ എനിക്ക് നേരത്തെ തിരിച്ചിട്ടാൽ പോരെ. അപ്പോൾ 5:4. അപ്പോൾ കൺസപ്ഷൻ കുറയ്ക്കണമെന്നല്ലേ പറഞ്ഞത്, കൺസപ്ഷൻ കുറയണം. എത്ര യൂണിറ്റ് കുറഞ്ഞു? 1 യൂണിറ്റ് കുറഞ്ഞു. ആ 1 യൂണിറ്റ് കൺസപ്ഷൻ കുറഞ്ഞുകൊണ്ടാണ് എനിക്ക് അൺഎബിൾ ടു പർച്ചേസ് 6 കിലോഗ്രാം. അപ്പോൾ കൺസപ്ഷൻ ഇത്ര കുറഞ്ഞുകൊണ്ട് എനിക്ക് 6 കിലോഗ്രാം കുറച്ച് മേടിക്കാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എത്ര കുറഞ്ഞു? 1 യൂണിറ്റാണ് 6 കിലോഗ്രാം. 1 യൂണിറ്റ് 6 കിലോഗ്രാം. അങ്ങനെയാണ് വാട്ട് വാസ് ദ ഒറിജിനൽ പ്രൈസ്. ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താ? എക്സ്പെൻഡിച്ചർ ബൈ കൺസപ്ഷൻ ആണ് പ്രൈസിന്റെ ഇക്വേഷൻ അല്ലേ. ആ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. പ്രൈസ് ഇസിക്കലു എക്സ്പെൻഡിച്ചർ ബൈ കൺസപ്ഷൻ. അപ്പോൾ എനിക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്നില്ല വാട്ട് വാസ് ദ ഒറിജിനൽ. അപ്പോൾ ഇതാണ് ഒറിജിനലും ഇത് ഫൈനലും അല്ലേ. ഒറിജിനൽ കണ്ടീഷൻ എനിക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? 5 യൂണിറ്റ്. 1 യൂണിറ്റ് 6 ആണ്. 5 യൂണിറ്റ് എത്ര കിട്ടും? 30 kg. അപ്പോഴാണ് എനിക്ക് പ്രൈസ് പറഞ്ഞൂടെ. പ്രൈസ് എക്സ്പെൻഡിച്ചർ എത്ര? ഓവറോൾ 1200 രൂപ ഉണ്ടായിരുന്നു. എക്സ്പെൻഡിച്ചർ ഓവറോൾ 1200. 30 കിലോ ആണ് എനിക്ക് ഒറിജിനലി മേടിച്ചത്. അപ്പോൾ എന്ത് കിട്ടും? 40 കിലോഗ്രാം. ഓക്കെ, 4ന്റെ ഡി ക്ലിയർ ആണോ? 40 രൂപ കേട്ടോ. 40 രൂപ ഓപ്ഷൻ ഡി. സിമ്പിൾ അല്ലേ. ഇത് UP പോലീസ് കോൺസ്റ്റബിൾ 2024 ചോദിച്ച ചോദ്യമാണ്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? വലിയ കാൽക്കുലേഷൻ ഉണ്ടോ? സിമ്പിൾ പരിപാടി കേട്ടോ. നെക്സ്റ്റ് അടുത്ത 5ാമത്, എ ഡിക്രീസ് ഓഫ് 1/2%. ഇതൊക്കെ നമ്മുടെ ഫ്രാക്ഷൻ ചാർട്ടിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സുകളിലുണ്ട്. ഓക്കെ, 1/2%, 12.5% എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ 1/8 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിക്രീസ് ആയതുകൊണ്ട് മൈനസ് വരും. അപ്പോൾ നോക്കി പ്രൈസ് എന്ത് ചെയ്യുന്നു? പ്രൈസ് 1/8 ആയിട്ട് കുറയണം. എന്ന് വെച്ചാൽ ഒറിജിനലി 8 ആണെങ്കിൽ കുറയുമ്പോൾ 1 കുറച്ച് 7, കൂട്ടുമ്പോൾ കൂട്ടുക, കുറയ്ക്കുമ്പോൾ കുറയ്ക്കുക. അപ്പം പ്രൈസ് ഓഫ് വീറ്റ് ഇനേബിൾസ് എ പേഴ്സൺ 2.5 കിലോ. അപ്പോൾ തന്നെ മനസ്സിലായി കൺസംപ്ഷൻ റേഷ്യോ തിരിച്ചിട്ടാൽ മതി. 7:8 ആണ്. എക്സ്പെൻഡിച്ചർ ഓവറോൾ എക്സ്പെൻഡിച്ചർ 250 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ അപ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ മേടിക്കാൻ പറ്റി. അതന്നെയല്ലേ റേഷ്യോ, കൺസംപ്ഷൻ റേഷ്യോയിലും പറയുന്നത്. 1 യൂണിറ്റ് കൂടുതൽ മേടിക്കാൻ പറ്റി. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 2.5 കിലോഗ്രാം അല്ലേ, 2.5 kg അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വീറ്റ് കുഡ് പേഴ്സൺ ബൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവന് ഇനിഷ്യലി എന്ന് പറയുമ്പോൾ എന്താ? ഒറിജിനലി അവൻ എത്ര കിലോഗ്രാം മേടിച്ചിരുന്നു? ഇപ്പോൾ 1 യൂണിറ്റ് 2.5 ആണെങ്കിൽ ഒറിജിനലി അവൻ 7 യൂണിറ്റ് മേടിച്ചില്ലേ. 7 × 2.5 17.5 കിലോഗ്രാം ആണ് ഒറിജിനലി അവൻ മേടിച്ചത്. ഓപ്ഷൻ ഡി കേട്ടോ. 5ന്റെ ഡി ക്ലിയർ ആണോ? വലിയ പണിയുണ്ട്? ഒരു പണിയില്ല, സിമ്പിൾ പരിപാടി. SSC GD 2021 ചോദിച്ച ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവും. റേഷ്യോ മെത്തേഡ് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത CGL മെയിൻസ്. CGL ടയർ 2 ചോദിച്ച ചോദ്യം എങ്ങനെ എളുപ്പം ചെയ്യാം? ദ പ്രൈസ് ഓഫ് ആൻ ഐറ്റം റെഡ്യൂസ്ഡ് ബൈ 20%. അപ്പം നോക്കി പ്രൈസ് കുറഞ്ഞു. 20% 1/5 കുറഞ്ഞപ്പോൾ മൈനസ് അല്ലേ. പ്രൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനിഷ്യലി 5 ആയിരുന്നെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുന്നു? 1 കുറഞ്ഞ് 4 ആയി. പ്രൈസ് കുറഞ്ഞു. അപ്പോൾ സെയിൽ എന്ത് ചെയ്യണം? പ്രൈസ് കുറഞ്ഞാൽ സാധനം കൂടുതൽ മേടിച്ചൂടെ? കൺസപ്ഷൻ കൂടും. അത് മനസ്സിലായി. X% വർദ്ധിക്കും. അവിടെ നിൽക്കട്ടെ. കൺസപ്ഷൻ റേഷ്യോ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഓവറോൾ എക്സ്പെൻഡിച്ചർ റേഷ്യോ എന്തായിരുന്നു? റെസിപ്റ്റ് ഓഫ് ദി റവന്യൂ എന്ന് വെച്ചാൽ ഓവറോൾ എക്സ്പെൻഡിച്ചർ ആണ്. 25% അവിടെയും വർദ്ധിച്ചു. 25% 1/4 ആണ് അല്ലേ. അത് പ്ലസ് ആണ്. അപ്പം 4 ആയിരുന്നെങ്കിൽ ഓവറോൾ 5 എത്തണം. അപ്പോൾ നോക്കിക്കേ കൺസപ്ഷൻ റേഷ്യോ എനിക്ക് എഴുതിക്കൂടെ? എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് ഡിവൈഡ് ചെയ്താൽ പോരെ. 4/5 = 5/4 അല്ലേ. എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് റേഷ്യോനെ അതുപോലെ ഡിവൈഡ് ചെയ്താൽ മതി. കറക്റ്റ് കറസ്പോണ്ടിങ്ങിനെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കിയേ കോമൺ ആയിട്ട് നോക്കി ഇവിടെ എല്ലാം ജസ്റ്റ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി കേട്ടോ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് റേഷ്യോ എത്തും. 4 16 5 25 കേട്ടോ. അപ്പോൾ ഒന്ന് കൺസപ്ഷൻ റേഷ്യോ ആയില്ലേ? കൺസപ്ഷൻ റേഷ്യോ ആയി. നോക്കി കൺസപ്ഷൻ എത്ര കൂടണം അല്ലേ. സെയിൽ ഇത്ര X% വർദ്ധിച്ചു. എത്ര ശതമാനം വർദ്ധിച്ചെന്ന് നോക്കി? 9% വർദ്ധിച്ചു. എവിടുന്ന്? 9/16% ഒക്കെ ഇൻഹണ്ട്. 9/16 ഒക്കെ നമ്മുടെ ഫ്രാക്ഷൻ ചാർട്ടിൽ ഉള്ളതുകൊണ്ട് 9/16 വന്നാൽ കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിലൊക്കെ. അതൊക്കെ ചെയ്തിട്ടുണ്ട്. 9/16 എന്ന് പറഞ്ഞാൽ 56.25 ആണ്. ഒന്നും ചെയ്യാനില്ല, പരിപാടി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 56.25%. ഈ 9/60 കാണാൻ പഠിക്കാൻ പറ്റാതെ 1/16 അറിയാമല്ലോ. 1/16 എന്ന് പറയുന്നത് 6 1/4% ആണ്. എന്നുവെച്ചാൽ 6.25 ആണ്. എനിക്ക് 9/16 വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ. 6 1/4 എന്ന് വെച്ചാൽ അവിടെ 6 + 1/4 എന്നാണ് കേട്ടോ. 6 + 1/4 എന്നാണ്. ഞാൻ എക്സ്ട്രാ ഒരു നോളജിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? മിക്സഡ് ഫ്രാക്ഷൻ ഇടയ്ക്ക് പ്ലസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 9/6 54. അതായത് 9 അകത്തോട്ട് മൾട്ടിപ്ലൈ പ്ലസ് 9/4. പിന്നെ എന്ത് ചെയ്യുന്നു? 54 + 9/4 എന്ന് പറയുമ്പോൾ അത് ഇംപ്രോപ്പർ ആണ്. അതിന് എന്ത് ചെയ്യണം? അവിടെ മിക്സഡ് ആക്കണം. അപ്പോൾ എന്ത് കിട്ടും? ഇത് 2 1/4 എന്ന് വരും. അറിയാലോ, മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കുന്നതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ചുമ്മാ ഒന്നുകൂടെ പറയാം. 9/4 എന്ന് വെച്ചാൽ 24 ബാക്കി 1. അപ്പോൾ ഇതെന്ത് ചെയ്യണം? കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ അല്ലേ. ഇത് റിമൈൻഡർ ഡിവൈസർ. കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്നാക്കുക. ആദ്യം 2 എഴുതാം പ്ലസ് 1/4 കേട്ടോ. ഇങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ എന്നിട്ട് 56 1/4. എടാ 1/4 എന്ന് വെച്ചാൽ 0.25 ആണ്. 56.25% കേട്ടോ. 56 1/4 എന്ന് വെച്ചാൽ 56.25 ആണ്. അവിടെ തന്നെ എനിക്ക് നോക്കി ചെയ്തിട്ട് അങ്ങ് പോകാനേ ഉള്ളൂ. ഇത് 9/16 കാണാൻ പഠിച്ചാൽ ടിക്ക് ചെയ്തിട്ട് പോകാം. ഇതിന് കണ്ടുപിടിക്കേണ്ട സമയമൊന്നും നമുക്ക് എന്ത് ചെയ്യാം? വേസ്റ്റ് ചെയ്യാനില്ല.
കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഫ്രാക്ഷൻ ചാർട്ടിൽ കുറേ ഉണ്ട്, ഒക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. കുറച്ച് നമ്മൾ വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല എക്സാമിന് ചോദിച്ചിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിപൊളി ക്വസ്റ്റ്യൻസും പെർസെൻറ്റേജ് അതുപോലെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലുള്ള അടിപൊളി കണ്ടന്റ് വീണ്ടും വരാം. അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ.